Namah Shivaya. Om Namah Shivaya. കൊടൈക്കനാലിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കാണാനില്ല. ഒരു മാനേജ്മെന്റ് കോളേജിൽ നിന്ന് 50 വിദ്യാർത്ഥിനികൾ ബോട്ടണി റിസർച്ചിന് വേണ്ടി കൊടൈക്കനാലിൽ പോയിരുന്നു. സംഭവ ദിവസം ദിവ്യാറാണി എന്നു പേരുള്ള വിദ്യാർത്ഥിനിയെ ഏതോ വന്യജീവി ആക്രമിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയതായി സംശയിക്കുന്നു. വിദ്യാർത്ഥിനിക്ക് വേണ്ടി പോലീസുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. கருப்பு தொட்டா தரிக்கும் 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 தரிக்கும். சார்,
യുവന്മാരെല്ലാം പെറ്റി കേസാ. ദാ ഇരിക്കുന്നവന് മാത്രമേ ഹിറ്റ് ലിസ്റ്റിലുള്ളൂ. സാറേ, ഇവൻ പെൺവേഷം കെട്ടി റോഡരികിൽ നിന്ന് ആണുങ്ങളെ സൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെണ്ണാണെന്ന് കരുതി ഒരുത്തൻ ഇവനെ കാശും കൊടുത്ത് വിളിച്ചോണ്ട് പോയി. കാര്യത്തോട് അടുത്തപ്പോൾ ചതി മനസ്സിലായി. ആകെ പരിഭ്രമത്തിലായ അവൻ ഭയപ്പെട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പരാതി പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഇവനെ കയ്യോടെ പൊക്കി. എന്താടാ സാറേ, നിങ്ങൾ നോക്കുമ്പോ തന്നെ എനിക്ക് വേദനിക്കുന്നു സാറേ. നിന്നെ ഞാൻ നോക്ക്, തെറ്റ് ചെയ്യുന്നവനെ പോലും ഞാൻ വെറുതെ വിടും. പക്ഷെ നിന്നെ പോലെ ആൾമാറാട്ടം നടത്തുന്നവനെ ഞാൻ വിടില്ല. ഓടാ ഓടാ, കൊന്നുകളെ ഞാൻ. ഡാ എഴുന്നേക്കടാ. ഇവൻ എന്താ ചെയ്തത്? സാറേ, ഇവൻ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വഴിയെ പോണ ആണുങ്ങളെല്ലാം വല്ലാത്ത നോട്ടം നോക്കുക. ഞാൻ ചോദിച്ചപ്പോ ഉണ്ടല്ലോ, വന്നില്ല സാറേ, ഇതുവരെ വന്നില്ല സാറേ എന്നൊക്കെ പറയുക. സ്റ്റേഷനിലേക്ക് വാടാ, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞ് ഞാനിഞ്ഞ് കൊണ്ടുവന്നു. എന്താടാ, എന്ത് വന്നില്ലെന്നാടാ? സാർ, എന്റെ ഒറ്റ സുഹൃത്തിനെ നടു റോഡിൽ എന്റെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നു സാർ. അധികാരികളാരും അന്വേഷിച്ചതുമില്ല, കേസും എടുത്തില്ല. എന്നെങ്കിലും ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ വഴിയെ പോകുന്ന ഓരോരുത്തരെയും ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു സാർ. സാർ, ഞാൻ പൊയ്ക്കോട്ടെ സാർ. സാർ, ഞാൻ പൊയ്ക്കോട്ടെ സാർ. ഇവനെ പറഞ്ഞു വിട്ടേക്ക്. ഓടാ വാടാ. എടാ മോനെ, എനിക്ക് 4 വർഷം കൂടെ ഉള്ളൂ റിട്ടയർ ആവാൻ, കേട്ടാ? അയ്യോ സാറേ, ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്താ? ഒന്നുമില്ല. നീ എന്താടാ ചെയ്തത്? എന്റെ സാറേ, സംശയത്തിന്റെ പേര് പിടിച്ചോണ്ടെന്നാണ്. എന്താടോ ഇത്? സാറേ, ഇവനുണ്ടല്ലോ മിനിസ്റ്ററുടെ ബർത്ത്ഡേ പാർട്ടിയിൽ സംശയകരമായ രീതിയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ CCTV-യിൽ ഇവന്റെ പടം ഉണ്ടെന്നേ. ഒരുപക്ഷെ കൊലപാതകത്തിന് ഇവന് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാവോയിസ്റ്റുകളുമായിട്ട് വരെ ഇവന് കണക്ഷൻ ഉണ്ടായിരിക്കും സാറേ. പെട്ടെന്ന് കറണ്ടും പോയി. അതുകൊണ്ടാണ് കിട്ടിയ വഴി ഞാൻ അവനെ ഇഞ്ഞു കൊണ്ടുവന്നത്. സ്വിച്ച് ബോർഡിന്റെ അവിടെ നിന്ന് കൈയോടെ അവനെ ഞാൻ ഇഞ്ഞ് പൊക്കി. ഇയാൾ പറഞ്ഞത് സത്യമാണോ? അയ്യോ അല്ല സാറേ, ഞാൻ അവിടെ പോയെന്നുള്ളത് സത്യമാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാ. അദ്ദേഹത്തെ ഞാൻ കൊല്ലുവോ സാറേ? ഞാൻ കൊന്നിട്ടില്ല സാറേ. വരുന്നില്ലല്ലോ സാറേ, ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാൻ പൊയ്ക്കോട്ടെ സാറേ, പ്ലീസ് സാറേ. നിന്നെ കണ്ടാൽ തന്നെ സംശയം തോന്നുമല്ലോ. ഇവനെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം, അകത്തോണ്ട് പോ. ശരി സാർ. അയ്യോ വേണ്ട സാറേ, ഞാനൊരു പാവമാണ് സാറേ, പ്ലീസ് സാറേ, എന്നെ ഒന്നും ഓടാകത്ത് കൊണ്ടുപോടോ. നോക്ക്, നീ സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. എനിക്ക് അതിൽ ഒരു പങ്കുമില്ല സാർ, എന്നെ വീട്ടിലേക്ക് വിടും. സാർ, എന്താടോ ഇത്? അക്യൂസിന്റെ ഡയറിയാണ് സാർ.
എൻ്റെ പേര് മദനഗോപാൽ. ഞാനൊരു വയലിൻ ആർട്ടിസ്റ്റാണ്. അവളുടെ പേര് ദിവ്യ റാണി. അവളൊരു നർത്തകിയാണ്. ഞാൻ സംഗീത കോളേജിൽ കുട്ടികൾക്ക് വയലിൻ പഠിപ്പിക്കുന്ന സമയം അവൾ അവിടെ ഈവനിംഗ് ബാച്ചിൽ ഭരതനാട്യം പഠിക്കാൻ വരുമായിരുന്നു. അവളുടെ ആദ്യ നോട്ടം തന്നെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ് അതെൻ്റെ വയലിൻ തന്ത്രികളിൽ ഒരു സംഗീത മഴയായി പെയ്തിറങ്ങി. ഞാൻ കോളേജിലെത്തിയാലും വൈകുന്നേരം അവൾ വരുന്നത് വരെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എൻ്റെ വയലിൻ സംഗീതത്തിൻ്റെ താളവും അവളുടെ നൃത്തച്ചുവടുകളും ഒന്നായി മാറി. അവളെ പെണ്ണെന്ന് വിളിക്കുന്നതിനേക്കാൾ ദേവതയെന്ന് വിളിക്കുന്നതാണ് ഉചിതം. അവളെ ഞാൻ മോഹിച്ചു. ഞങ്ങളെ ജീവന തുല്യം പരസ്പരം സ്നേഹിച്ചു. അവളുടെ കോളേജിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുമൊത്ത് റിസർച്ചിന് വേണ്ടി കൊടൈക്കനാൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അവിടെയാണ് ആ ആപത്ത് സംഭവിച്ചത്. അവിടെ സേഫ് അല്ലെന്ന് അവൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ആ സമയം ഞാൻ മൈസൂരിലെ വയലിൻ കച്ചേരിക്ക് പോയിരിക്കായിരുന്നു. ചെന്നൈയിൽ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും അവളെ കാണാനില്ലെന്ന വാർത്ത ടിവിയിൽ കണ്ടു. തകർന്ന ഹൃദയത്തോടെ ഞാൻ കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു. ഞാനൊരു തീവ്ര ശിവഭക്തനാണ്. ശിവസ്തോത്രം എനിക്കെൻ്റെ കണ്ണുകൾ പോലെയാണ്. തീവ്ര സംഗീതം ഫയർ ആക്ട്, ശിവസ്തുതി ഫയർ ആക്ട്. സംഗീത സ്വരങ്ങൾക്കുള്ളിൽ ജീവിച്ച എന്നെ ഒരു സീരിയൽ കില്ലർ ആക്കിയത് അധികാരികളുടെ അക്രമമാണ്. ആയുധധാരിയായി സർവസംഹാരത്തിന് പുറപ്പെട്ടു ഈ മദനഗോപാൽ എന്ന ഞാൻ. നിനക്കും എനിക്കും പ്രണയം വന്ന് എത്ര നാളായി. നിന്നെ ഓർത്ത നാളുകൾ പലതും അങ്ങനെ ഓടിപ്പോയി. കണ്ട് കണ്ട് ചിരിച്ചത് എല്ലാം എണ്ണി എണ്ണി നോക്കുമേ. മിണ്ടി മിണ്ടി നടന്നത് എല്ലാം മനസ്സിൽ ഞാനും ഓർക്കുമേ. എന്നരികെ നീയുണ്ടേ ആ നിമിഷം ഞാൻ ഓർത്തിടക്കണ്ണേ. നിനക്കും എനിക്കും മുഴുവൻ എണ്ണി എണ്ണി നോക്കുമേ. മിണ്ടി മിണ്ടി രസിച്ചത് മുഴുവൻ പകൽ പോലെ നീളുമേ. പിന്നരികെ ഞാൻ നിൽക്കും ആനൊടി നേരം നീയും ഞാനും. അടി നിനക്കും എനിക്കും പ്രണയം വന്ന് എത്ര നാളായി. നിന്നെ ഓർത്ത നാളുകൾ പലതും അങ്ങനെ ഓടിപ്പോയി. പള്ളിക്കൂടം പോകുമ്പോഴും പാതകളിൽ പൂക്കൾ വെച്ച് കള്ളത്താരം
കൊണ്ട് നുള്ളി നോക്കി പോയവളെ തള്ളി വച്ച് മിണ്ടും പോഴും തുള്ളി തുള്ളി മിന്നുമിടാ തെരുവിൽ പോകുമ്പോൾ ഒന്നായി ചേരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുത്തം നൽകില്ല നിന്റെ പിന്നിൽ ചുറ്റി വന്ന് പ്രണയം പറയും നിരന്തരം നിരന്തരം നിനക്കും എനിക്കും അടി നിനക്കും എനിക്കും അടനിയും ഞാനും പ്രണയം ചൊല്ലിട്ട് എത്ര നാളായി നിന്നെ കാണുമ്പോഴെല്ലാം എൻ ഞരമ്പുകൾ നൂലായി കോവിലിനുള്ളിൽ നീനക്കായി സ്വാമിയോട് പ്രാർത്ഥിച്ചിടും ഗോപുരത്തെ സാക്ഷിയാക്കി മോതിരം ഞാൻ മാറ്റിവിടും അടുത്തു വണ്ണു നോക്കുമ്പോഴും നാനുമില്ല നോക്കുമില്ലേ വിശന്ന് ഞാൻ തൊടാൻ വന്നു അയ്യോ നീയോ ഓടിപ്പോയോ പാവം നോക്കല്ലേ ഞാൻ മിണ്ടാ പൂച്ചയല്ലേ അതിരുകൾ താണ്ടാതെ നാണം മാറില്ല നന്മകൾ പോലെ നമ്മൾ മാറും ഒരു നാൾ നമ്മൾ ചേരും നീയും ഞാനും അടങ്ങിയും ഞാനും അടി നിനക്കും എനിക്കും പ്രണയം വന്ന് എത്ര നാളായി നിന്നെ കാണുമ്പോഴെല്ലാം എൻ ഞരമ്പുകൾ നൂലായി കണ്ട് കണ്ട് ചിരിച്ചത് എല്ലാം എണ്ണി എണ്ണി നോക്കുമേ മിണ്ടി മിണ്ടി രസിച്ചത് മുഴുവൻ പകൽ പോലെ നീളുമേ എന്നരികെ നീയുണ്ടേ, ആ നിമിഷം ഞാൻ ഓർത്തിരിക്കുന്നേ. നിനക്കും എനിക്കും നിനക്കും എനിക്കും ആ. എന്താ ഇത്?
കുറച്ചു ദിവസമായിട്ട് കച്ചവടം വളരെ കുറവാ. കുറച്ചുകൂടെ സമയം വേണം. ചത്തൊന്നും പോയില്ലല്ലോ. മൂക്കുമുട്ട തിന്നുന്നില്ലേ? നാണോ മാനോ വേണ്ടേ? അടുത്ത ആഴ്ച തീർച്ചയായിട്ടും തരാം. നിനക്കൊക്കെ പേടിയില്ലാതായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതേപോലെ എങ്ങാനും പറഞ്ഞ നീയും കാണില്ല, നിന്റെ കടയും കാണില്ല. മനസ്സിലായോ? നിങ്ങളെങ്ങനെയാ ഇവിടെ വന്നേ? അതവിടെ നിൽക്കട്ടെ. താൻ മാത്രം മുതലാളിയായ മതിയോ? ഞങ്ങളിപ്പോഴും തൊഴിലാളിയായിട്ട് തന്നെ ജീവിക്കണമെന്നാണോ? കിട്ടിയത് സൂക്ഷിച്ചു വയ്ക്കുക, കുടിച്ച് തീർക്കരുത്. വലിയ മീനെ നീ എടുത്തിട്ട് ചെറിയ മീനെ ഞങ്ങൾക്ക് തന്നാ അതങ്ങനെ ശരിയാകും. ഞങ്ങളെയും കൂടെ ഒന്ന് ഗവനിക്കടേ. ഡാ, എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാൻ എന്താ ഇവിടെ കുടിച്ചെടുക്കുകയാണോ? മെനക്കെടുത്താതെ പോടാ. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ് പോലീസിലങ്ങ് സറണ്ടർ ആയേക്കാം. തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? മിനിസ്റ്ററുടെ കാര്യം ഒന്നും സംഭവിക്കില്ല. പവർ എന്റെ കയ്യില. അന്നേ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എന്നായാലും മരണം ഉറപ്പല്ലേ? അതിപ്പോ നിങ്ങളുടെ ആയാലും ഞങ്ങളുടെ ആയാലും ജീവൻ ഒരുപോലെ തന്നെയാ. അവസാനമായിട്ട് പറയുക, ആൾക്ക് 10 ലക്ഷം വെച്ച് തന്നാ പിന്നെ നിന്റെ പുറകെ വരത്തില്ല. ഇല്ലെങ്കിൽ കോളേജ് സ്റ്റുഡന്റിനെ കൊന്നത് മിനിസ്റ്ററാ. അതിന് കൂട്ടുനിന്നത് നീ ഞങ്ങളും കൂടെയാ. എല്ലാ സത്യങ്ങളും പോലീസിലൊക്കെ പറഞ്ഞേക്കട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വാ, സെറ്റിൽ ചെയ്യാം. എന്താ, ഓക്കെ ആണോ? വിശ്വസിക്കാവോ? വിശ്വസിക്കടാ. വൈകുന്നേരം വാ. ശരി, അപ്പൊ വൈകുന്നേരം കാണാം. മറക്കാതെ വരണം കേട്ടോ. ശരി, അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ. നിക്കടാ അവിടെ. നിക്കാൻ കാടി എന്നോടാ. നിക്കടാ അവിടെ. ഇവിടെ നിക്കാൻ. ഇവിടെ നിക്കാനാ പറഞ്ഞത്. ആരാടാ നീ? എന്ത് ധൈര്യത്തിലാടാ നീ എന്നെ കല്ലെറിഞ്ഞത്? ആരാടാ നീ? ഞാനോ? അന്യന്റെ റമോയുടെ അനിയൻ കുഞ്ഞു റമോ. കോമാളി, സിനിമാ കഥയും പറഞ്ഞോണ്ടിരിക്കുന്നോ? പറ്റുമെങ്കിൽ നീ നിന്നെ രക്ഷിക്കാൻ നോക്ക്. നീ എത്ര ഒച്ച വച്ചാലും ഒരു കിളിക്കുഞ്ഞു പോലും വരാൻ പോകുന്നില്ല. ഇത് കാലം പറയാ. നിന്റെ കാലം ഞാൻ തന്നെയാ. നിന്റെ നാക്കില് ഗുളികൻ, അതുകൊണ്ട് നീ ഇന്ന് ചാവാൻ പോവാ. ഞാനേ വളരെ പ്രാക്ടിക്കലാ. കോളേജ് സ്റ്റുഡന്റ് ദിവ്യ എന്റെ ലവർ. ഇപ്പൊ മനസ്സിലായോ? അതിനെന്താടാ? പോടാ കോമാളി. കൂൾ കൂൾ കൂൾ. ആദ്യം നീയേ ജോളിയായിട്ടൊരു പാട്ട് കേക്ക്.
പട്ട് ചെറുക്ക, നിന്റെ കോപ്രായം നടത്തിയിട്ട് കാര്യം പറയടാ. എവിടെ ഒന്ന് വന്നീ? അതേടാ, എനിക്ക് കെറുക്ക. ഈ അണ്ടനും അടകോടനും ഒക്കെ എവിടെയുണ്ടെന്ന് പറ, നിന്നെ ഞാൻ വിട്ടേക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിട്ടേക്കാം. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് നിന്റെ മൂത്രസഞ്ചി ഞാൻ തകർക്കും. ദാ ഇങ്ങനെ. എടാ, നിക്കടാ. എടാ ജടയാ, എന്നോടാണോ നിന്റെ കളി തമാശ? ആ? ഞാൻ ജന്മനാ പോരാളിയാ. ഞാൻ ക്ഷത്രിയനാടാ, ക്ഷത്രിയൻ. എടാ, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കറിയില്ല. ഞാൻ ശിവന്റെ അവതാരാടാ, സാക്ഷാൽ മഹാദേവൻ. വാടാ, വാ, എഴുന്നേറ്റ് വാ. വാടാ, എണീറ്റ്. നിന്റെ കൂടെയുള്ള മറ്റന്മാർ എവിടെയാടാ? സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. വാടാ, നോക്കാം. ദിവ്യതി എന്താടാ ചെയ്തത്? ദേവി, ഇത് എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാ സത്യം തുറന്നു പറ. ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, നീ ഫോൺ വയ്ക്ക്. വയ്ക്കാനല്ലേ പറഞ്ഞത്? നമസ്കാരം, ഗുഡ് മോർണിംഗ്, നമസ്തേ, ശുഭദിനം. നമസ്കാരം പ്രിൻസിപ്പൽ മാഡം. പട്ടിണി റിസർച്ചിന് ഒരു കുട്ടി വന്നില്ലേ, എങ്ങനെയുണ്ട് ആ കുട്ടി? സാർ, അത് ബോട്ടണി റിസർച്ച് എന്നാ സാർ. എന്നാ ഞാൻ വിളിക്കട്ടെ? ദിവ്യ. യെസ് മാഡം. ഇങ്ങി വന്നേ. സാറാണ് നമ്മുടെ കോളേജിന്റെ MD. സാർ മിനിസ്റ്ററാ. നമസ്കാരം പറ. നമസ്കാരം സർ.
സുന്ദരിയാണല്ലോ. ഹൈബിസ്കസ് റോസ സിനൻസിസ് എന്ന് വെച്ചാ ചെമ്പരത്തി. ആ നല്ല പ്രഗ്നന്റ്. സാർ ബ്രില്യന്റ് എന്നാ. അതറിയാമെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വരുമായിരുന്നോടാ. ബുദ്ധിമാന്മാരെ കൂടെ നിർത്തുന്നതേ എനിക്ക് എന്നെ പാരയാവും. ആ നീ വയ്ക്കോ. മതി മതി. ശരി, എന്നാ നീ പോയിക്കോ. തണുപ്പുള്ള പ്രദേശമാ, പ്രായമായ പെൺകുട്ടികളും. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊന്നും പൊയ്ക്കളയരുത്. നോട്ട്സ് ഒക്കെ എടുത്തു വെക്കേ, ഞാൻ ദേ വരുന്നു. മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ പോലുള്ള രാജാക്കന്മാരെ സൈന്യവുമായി ഇങ്ങ് കൊടൈക്കനാലിൽ വരുന്നത് ഒന്ന് തണുപ്പിക്കാനല്ലേ? ഞാനും ചെറുപ്പത്തിൽ നല്ല സുന്ദരിയായിരുന്നു. നീ നല്ല സുന്ദരിയാണെന്ന് അന്ന് പറഞ്ഞില്ലേ? ഞാൻ നാണിച്ച് ചിരിച്ചതിന്റെ പ്രതിഫലമായിട്ട് പ്രൊഫസറായിരുന്ന എന്നെ പ്രിൻസിപ്പളാക്കി. ഹാ, ഇപ്പൊ ഞാൻ നിങ്ങക്ക് അങ്ങ് പഴഞ്ചനായി പോയല്ലേ? ദയവ് ചെയ്ത് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് എന്റെ സീറ്റിൽ അവളെ ഇരുത്തിയേക്കരുത്. ചേച്ചേ, നീ എന്തായി പറയുന്നേ? നീ നോക്കുന്ന കോളേജ് നിനക്ക് തന്നേക്ക്. അവക്കെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഓ, നിങ്ങളൊക്കെ രാജാക്കന്മാരല്ലേ, ഞങ്ങളൊക്കെ ദാസിമാരും. കേട്ടല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞേക്കാം. പറയൂ എന്റെ സുന്ദരി, കൊടൈക്കനാലിലെ തണുപ്പടിക്കുന്നോ അതോ നിനക്ക് ബോറടിക്കുന്നോ? അവിടെയുള്ള പയ്യന്മാരുടെ കണ്ണുകളെല്ലാം നിന്റെ മേൽ തന്നെയാണോ? ഒന്ന് പോടാ. അതെ ഏട്ടാ, ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡം അത്ര ശരിയല്ല. മിനിസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഞാൻ പഠിക്കുന്ന കോളേജ് അദ്ദേഹത്തിന്റെ ആണെന്ന്. അയാളുടെ നോട്ടം അത്ര ശരിയല്ല. അതുകൊണ്ടാണ് ഞാനും വരട്ടെ ചോദിച്ചത്. ഷെടാ, സ്റ്റുഡന്റ് ആണെങ്കിൽ വരാം. നിങ്ങൾ എങ്ങനെ വരാനാ? ആ ശരി ശരി, കെയർഫുൾ ആയിട്ട് ഇരിക്കെ. എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഏട്ടാ. ദിവ്യ, ഒരേ ഒരെണ്ണോടാ. ഒന്ന് പോയേ. നീ എന്റെ ചക്കരയല്ലേ? പ്ലീസ് റമോളെ, ഒരേ ഒരെണ്ണം. മൈ ഡിയർ ഫ്യൂച്ചർ വൈഫ്. എൻ ജീവനെ, നിൻ ചൊടിയിൽ നിന്നുയരും ചുംബനനാദം കൊണ്ട് എന്നുള്ളം നിറഞ്ഞു സഖി. എൻ വയലിൻ തന്ത്രികളിൽ അതൊരു സംഗീത കടലാക്കുവാൻ ഇന്ന് ഞാൻ വെറുതെ മോഹിച്ചിടവേ. പറയാം ദേവി എന്നെന്നും എൻ സർഗസത്യമേ, എനിക്ക് ജീവനേകും സർവ സൗന്ദര്യമേ. എന്നാ ശരി ദിവ്യ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഞാൻ പിന്നെ വിളിക്കാം. ശരി ഏട്ടാ, ബൈ. അതെ, സ്റ്റുഡൻസ് മീറ്റിംഗ് ഉണ്ടല്ലോ. ശരി ഏട്ടാ. ദിവ്യ, ശരിയപ്പോ ബൈ. ഞാൻ പിന്നെ വിളിക്കാവേ. മാഡം. യെസ് മാഡം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് തന്നെ നിനക്ക് കിട്ടുമെന്നാ തോന്നുന്നേ. ദിവ്യ, എന്റെ ചക്കരക്കുട്ടി, ഈ സൗന്ദര്യത്തിൽ അയാള് വീണുപോയത്. നീ മനസ്സ് വെച്ച അയാള് നിന്റെ കൂടെ നിൽക്കും. 64 കോളേജിന്റെ ഉടമസ്ഥനായ അയാള് നിന്റെ പേരിൽ ഒരു കോളേജിനെ എഴുതി തരാന്നാ പറയുന്നേ. നീ ഇനി മുതൽ MD-യാ. എന്ത് പറയുന്നു നീ? എത്ര സ്റ്റുഡൻസാ വന്നിട്ടുള്ളത്. അയാൾക്ക് നിന്നെയാ ഇഷ്ടപ്പെട്ടത്. മാഡം, നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ അപ്പൂപ്പന്റെ പ്രായമുണ്ട് അയാൾക്ക്. നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? അപ്പൂപ്പന്മാർക്കാണല്ലോ കൊച്ചുമക്കളെ കൂടുതൽ ഇഷ്ടം. ദേ നോക്ക്, വലിയ ആളുകളാ അവരൊക്കെ. അങ്ങ് സമ്മതിച്ചേക്ക്. അടുത്ത മാസം എന്റെ കല്യാണവാ. എന്നെ ഒന്ന് വെറുതെ വിട്. ഛെ, മണ്ടത്തനം പറയാതിരി. ജീവിക്കാൻ അറിയാത്തവള്. ഒരു കോളേജ് നിന്റെ പേര് എഴുതി തരാന്നല്ലേ പറയുന്നേ?
കല്യാണം പ്രേമോ എന്നൊക്കെ പറഞ്ഞ് നല്ലത് പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാവില്ല. ആ പറയൂ ദിവ്യ. അതെ ഏട്ടാ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നിങ്ങളൊന്ന് പെട്ടെന്ന് വരുവോ? ഒന്ന് വേഗം വാ. ശരി, അവര് വലിയ രാഷ്ട്രീയക്കാരാ. നീ വളരെ കെയർഫുൾ ആയിരിക്കണം, സൂക്ഷിച്ചോണം ഡീൽ ചെയ്യാൻ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. എടാ, ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞില്ലേ, നീ ഒന്ന് പേടിക്കാതിരിക്കേ. ഓക്കെ, കെയർഫുൾ, ഡോണ്ട് വറി, കൂൾ കൂൾ കാം. എടാ, ഞാൻ പറയുന്നത് മനസ്സിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ബൈ. വൈകുന്നേരം 6 മണിക്ക് മിനിസ്റ്ററുടെ ഗസ്റ്റ് ഹൗസിൽ കാണാം. പോയിട്ട് വാ. കണ്ടോ, പണി വന്നു നമുക്ക്. എന്റെ കൂടെ നിന്നാ നിനക്കൊക്കെ കുറച്ച് കാശുണ്ടാക്കാം. ആ പറ ദിവ്യ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ പ്ലീസ്. ശരി, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കൂൾ ഡൗൺ. ഞാൻ ദാ വരുന്നു. ഈവനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നതാ, അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേഗം അങ്ങ് എത്താം. ഹലോ ഹലോ മാഡം. ഹലോ 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 ഹലോ. റേഞ്ച് കിട്ടുന്നില്ല ദിവ്യ, ഒന്ന് പുറത്തേക്ക് വന്നേ. ഹലോ 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 ദിവ്യ, റേഞ്ച് കിട്ടുന്നില്ല, ഒന്ന് പുറത്തേക്ക് വാ. ഹലോ 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 മാഡം. ഹലോ 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 മാഡം, ഇപ്പൊ കേക്കാമോ? ഹലോ ഹലോ മാഡം. ഹലോ ഹലോ കേക്കാമോ മാഡം? ഹലോ മാഡം, കേക്കാമോ? മിണ്ടാതെ അവിടെ നിക്ക്. ഏയ്, ഭയപ്പെടണ്ട, ഇത് നമ്മുടെ സ്ഥലം. ഇങ്ങനെയുള്ള ജോലിക്ക് നീ ആ കറക്റ്റ് സെറ്റായോടാ. ആയി സർ. ശരി, നീ വയ്ക്കോ. ശരി സർ. ആഹാ, സൂപ്പർ പെണ്ണ്. പേടിയുണ്ടാവോ? പേടിക്കണ്ടെന്ന്. നിന്റെ പേരെന്താ? ദിവ്യറാണി. നീ ഒരു റാണി തന്നെയാ. ലേശം കഴിക്കുന്നോ? തണുപ്പിന് നല്ലതാ. വേണ്ട സർ. സാറോ? ആ വിളി വേണ്ട. നിന്റെ കാമുകനെ വിളിക്കില്ലേ ഡിയർ, അങ്ങനെ വേണം വിളിക്കാൻ. പേടിക്കണ്ടെന്നായി. നിന്നെ പൂ പോലെ ഞാൻ എന്റെ ഈ കയ്യിലെടുത്ത് തഴുകി തലോടി. സർ, റെസ്റ്റ് റൂം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. പോയിട്ട് വാ.
എന്താ ഫ്രഷായോ? നീയും എനിക്ക് ഫ്രഷാ. എന്താ ശരിയല്ലേ? അത് പിന്നെ സർ, അടുത്ത മാസം എന്റെ കല്യാണമാണ്. എന്നെ ഒന്ന് വെറുതെ വിട് സർ. എന്റെ സർവീസിൽ ഇതെല്ലാം കേട്ട് ഞാൻ മടുത്തിരിക്കുക. അതിനെ നടക്കാൻ പോകുന്നില്ല. പിന്നെന്തിനാ ഞങ്ങൾ വലിയ രാഷ്ട്രീയക്കാരെന്നും പറഞ്ഞ് നടക്കുന്നത്? സർ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് സർ. അദ്ദേഹത്തിന് എന്നെ ജീവനാണ്. പ്ലീസ് സർ, എന്നെ ഒന്ന് വെറുതെ വിടൂ. പ്ലീസ് സർ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പൊട്ടോട്ടെ സർ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഗുണ്ടാപ്പണി നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നവനാ ഞാൻ. ദേ നോക്ക്, കേരളത്തിലെ 40 കോളേജുകൾ എന്റേതാ. അതിലൊരു കോളേജ് ഞാൻ നിനക്ക് എഴുതി തരും. എന്താ മനസ്സിലായോ? നിന്റെ ഈ കരച്ചിലും പിടിച്ചിലൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് നിന്റെ കാമുകന്റെ കഥ കഴിയും. എന്താ കാണണോ നിനക്ക്? ദേ നോക്ക്, 2G പോയി, 4G പോയി, ഇപ്പൊ ഇതാ 5G വന്നിരിക്കുന്നു. ലോകം വളരെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ ഫോൺ കോൾ എന്റെ പിള്ളേരെ നിന്റെ ലവ്വറെ പൊക്കി പരലോകത്തേക്ക് വിടും. ഇനി പറ, യെസ് ഓർ നോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല അല്ലേ? ചേർത്ത് തൊലയടി. ഡേ വന്നെടുത്തോണ്ട് പോയി കാട്ടിൽ എറിഞ്ഞിട്ട് കാട്ടുമൃഗങ്ങൾ കൊന്നതാണെന്ന് ന്യൂസ് കൊടുത്തേക്ക്. സർ, ഇതായിരുന്നു സംഭവിച്ചത്. എന്റെ ദിവ്യ, നീ എന്താടാ ചെയ്തത്? ആ മലയെന്ന താഴേക്കിട്ടത്. ആ മഹാബാബി ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം ഇപ്പം ഗസ്റ്റ് ഹൗസിലുണ്ട്. വേറെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? മിനിസ്റ്ററുടെ കൂടെ ദാസ് എന്ന ഒരാളും കൂടിയുണ്ട്. അവനിപ്പോ എവിടെ ഉണ്ടാ? അതെനിക്കറിയില്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും എവിടെ കണ്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്നെ വെറുതെ വിടണം. നിന്റെ ഞാൻ ജീവൻ നിരപരാധി. വിടണമല്ലേ? ഞാൻ നിരപരാധി. വിടണമല്ലേ? എന്നെ വെറുതെ വിടണം. നിന്നെ ജീവനോടെ വിടണം. ഞാൻ നിന്നെ വിടോടാ. നിന്നെ പോലെയുള്ള സാമൂഹ്യ ദ്രോഹികളെ വെറുതെ വിടാമോടാ? അത് തെറ്റാണ്, വളരെ വലിയ തെറ്റ്.
അതെ, ആരാ നീ ശരീരം കാണിച്ചോണ്ട് കുളിക്കുന്നത്? ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാണ്, മനസ്സിലായോ? ഓ സോറി. എന്ന് വെച്ചാ? അതെ, ഒന്ന് നിന്നേ. ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അതെ, നിങ്ങൾക്ക് ചെവി കേക്കില്ലേ? ഇതെന്ത് മനുഷ്യനാ? അതെ, ഓ വരുത്തനാണല്ലേ. ആഹാ, എന്താ സൗണ്ട്! നാട്ടുകാരറിഞ്ഞാലേ എന്താ സ്ഥിതി എന്നറിയാമോ? മരക്കൊമ്പിലെ തല കീഴായി കെട്ടിത്തൂക്കും. തീയോട് കളിക്കാൻ നിൽക്കണ്ട. എന്താ ചുട്ടുകളയോ? അതിനു മുകളിൽ തൊട്ട ചാമ്പലം. എനിക്കിഷ്ടമായി നിന്നെയും നിന്റെ ചങ്കൂറ്റത്തെയും. അതെ ചേട്ടാ, നിങ്ങൾ എന്റെ ഭർത്താവിനെ പോലെ ഇരിക്കുന്നു. ഇത് വലിയ ശല്യായല്ലോ, മാറി നിൽക്കാൻ. ഏ ചേട്ടാ, ചേട്ടാ, ചേട്ടാ നിക്ക്. കണ്ടോടി പെണ്ണേ നീ കണങ്കാൽ വെളുപ്പില് ഉണ്ടാക്കി വെച്ചോ നീ ഇടുപ്പില്. ചുവക്കൂടുന്നു വണ്ടുവരും പൂവില് കൗമാര വയസ്സില് കണ്ണടിച്ച് ചിരിക്കുമെൻ കൺമണിയേ. മനം നോവുന്നു ദേഹം മാറി വന്നതടി മിടുക്കി. തേനരുവി പാടുന്നു നിൻ ചിരിയിൽ. നിൻ മുത്തമൊന്നു മതിയൻ പിത്തം മാറിപ്പോകുമടി കറുമ്പി കാട്ടഴക് കുറുമ്പി. ഏ പെണ്ണ്, ഏ പെണ്ണ്, വരാതെ നീ ഒന്നും തരാതെ നീ. വരുന്നടിക്കിരുക്ക് എനിക്കടിക്കിരുക്ക്. മൊത്തത്തില് ഉണ്ടടി നീ ഒരു ചരക്ക്. ഏ പെണ്ണ്, ഏ പെണ്ണ്, വരാതെ നീ ഒന്നും തരാതെ നീ. തരുമോ പെരുക്കുന്ന മീശയിൽ മുത്തം തരുമോ? മുന്നിൽ നിന്ന് ചിണുങ്ങാൻ നേരം തരുമോ? എനിക്ക് വേണമട മുറുക്ക്, എനിക്കിന്ന് വേണമട കടിക്കാൻ. ഞാൻ മോശമായി മിണ്ടിയില്ല മുന്തിരി നീ തൊട്ടെടുത്തു വാടാ. വന്നില്ലെങ്കിൽ പോടാ. ഹേ മാമ, അയ്യോ മാമ, വരുന്നടിക്കിറുക്ക് മൊത്തത്തില് എനിക്ക്. ഒറ്റയ്ക്ക് ഞാൻ വന്നല്ലോ, വിൽക്കാനായി വന്നല്ലോ. അയ്യോ മാമ, വരുമോ നീ, അരികിൽ വരുമോ നീ?
ഹലോ ഹലോ, ആരാ ഇത്? ഞാൻ സുമിയോ? അയ്യോ, നല്ല ശബ്ദം കേട്ടോ. എങ്ങനെ നോക്കിയാലും നിനക്കൊരു 18-19 വയസ്സ്, ശരിയല്ലേ? അയ്യോ, അതെയോ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? 50 നഗറിലോ? ഞാൻ 2 മിനിറ്റിൽ അവിടെ എത്തും. 2 മിനിറ്റ്. നീ ഫോൺ വെക്കുന്നതിന് മുമ്പ് അവിടെ എത്തും. അയ്യോ, ഓ, അയ്യോ, എന്റെ ദൈവമേ, നല്ലൊരു കോളത്ത്. നീയാണോ എന്നെ ഫോണിൽ വിളിച്ചത്? അതെ ചേട്ടാ. വേഗം വണ്ടി കയറ്. യെസ് യെസ്. അയ്യോ, എന്തൊരു വയറാ ചേട്ടന്. ഡാർലിംഗ്, ഇവിടെ അടുത്ത് മനോഹരമായ ഒരു സ്ഥലമുണ്ട്. മനോരഞ്ജിനി, സൂപ്പർ സുരസുന്ദരി, ഒന്ന് സുന്ദരി സുന്ദരി, ഒന്നിറങ്ങി വാ, നാളെയാണ് താലിമംഗളം. നീ ആരാ? ആരോ നീ? എന്നോട് കളിക്കരുത്. ആരാണോ നീ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് അറിയില്ല. ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ ആരും തന്നെ ഇല്ല. ഏതോ കാട്ടുമൃഗം ആക്രമിച്ച് നീ ചത്തതാണെന്ന് പോലീസ് ന്യൂസ് കൊടുക്കും. ഇപ്പൊ മനസ്സിലായോ? ഇടാ, നീയല്ലേ കൊടൈക്കനാലിൽ വരുന്ന VIP-കൾക്ക് പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന മാമാ പണിക്കാരൻ. നിന്റെ കൂടെയുള്ള ജടയെ ചത്തടാ. അയ്യോ അല്ല, കൂടെ ജനിച്ച സഹോദരിമാരെ പോലെ മറ്റു പെൺകുട്ടികളെയും കാണണോടാ. അവനാണ് യഥാർത്ഥ ആണ്. നീയൊക്കെ നികൃഷ്ട ജന്മങ്ങളാടാ. പണത്തിന് വേണ്ടി എന്ത് വൃത്തിയിടും കാണിക്കുന്ന നിന്നെ വെറുതെ വിടാൻ പറ്റുമോ? തെറ്റ്, വളരെ വലിയ തെറ്റ്. അയ്യോ സാർ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. ഞാൻ വെറും ഡമ്മിയാ, ഒരു പാവപ്പെട്ടവനാ. ഞാൻ നിരപരാധിയാ. എന്നെ വെറുതെ വിടണം, ദയവേ തന്നെ വെറുതെ വിടണം സാർ. ശരി, നിന്നെ വിട്ടേക്കാം. ഞാൻ കളിക്കുന്ന പോലെ കളിച്ച നിന്നെ വിട്ടേക്കാം. ഇല്ലെങ്കിൽ തട്ടിക്കളയും ഞാൻ. കളിക്കാം സാർ. ഇങ്ങനെയാണോ കളിക്കുന്നത്? അയ്യോ, ഒന്നും ചെയ്യല്ല സാർ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല സാർ. നിന്നെ അയ്യോ, അയ്യോ സാർ, സാർ എനിക്ക് മ്യൂസിക് അറിയത്തുള്ളൂ, ഡാൻസ് അറിയത്തില്ല സാർ. ഓ, മ്യൂസിക്. എന്നാ ഡി മൈനറിന്റെ നോട്ട്സ് പറ. ഡി എഫ് ഷാർപ്പ് ജി എ ജി എഫ് ആർ ജി എഫ് ആർ ജി എഫ് ആർ ജി എ ബി ജി എഫ് ഷാർപ്പ് ജി. ഡി മൈനറിൽ എവിടെയാണ് എഫ് ഷാർപ്പ് ഇരിക്കുന്നത്? അത് പിന്നെ എല്ലാം അറിയാവുന്ന നീ എന്തിനാടാ അവന്മാരുടെ കൂടെ ചേർന്നേ? സാർ, ഞാൻ കച്ചേരിക്ക് പോയിക്കൊണ്ടിരുന്നതാ. 2 വർഷമായിട്ട് ലോക്ക്ഡൌൺ, എനിക്ക് പണിയേ ഇല്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി അവരെ കൂടെ ചേർന്നതാ. ഞാനൊരു ഡമ്മി പീസാണ് സാർ. അവരെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ വിറച്ചോണ്ടാ സാർ നിൽക്കുന്നേ. മുഖത്ത് നല്ല ഗൗരവം കാണിച്ച് അഭിനയിക്കുകയാണ് സാർ ഞാൻ. ഓ, ആണോ? മിനിസ്റ്റർ നീ തമ്മിൽ എന്താ ബന്ധം? സാർ, രാഷ്ട്രീയക്കാർ വിളിച്ചാൽ എങ്ങനെ പോവാതിരിക്കാൻ പറ്റും സാർ? പോയേ പറ്റത്തുള്ളൂ. നിനക്ക് ഹിപ്പോ അറിയുമോ? ഡിസ്കോ. ഇത് ഡിസ്കോ, ഇത് ഹിപ്പ് ഹോപ്പ്.
നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നീ സൈക്കോയാണോ? അതിനും മുകളിൽ തെയ്ത്ത, തകതിമിത, തകിട തകിടത, തിത്തിത്ത. അയ്യോ അയ്യോ എന്താ എടാ ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോടാ. ആഹാ ധൈര്യം ഉണ്ട്, എഴുന്നേറ്റ് വാടാ വാടാ. ഏയ്, ഞാൻ സാമിയാണടാ. ഒരു സാമി, രണ്ട് സാമി, മൂന്ന് സാമി, നാല് സാമി, അഞ്ച് സാമി, ആറ് സാമി, ഏഴ് സാമി, എട്ട് സാമി, 9 സാമി, 10 സാമിടാ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? നടക്കും തോന്നുന്നുണ്ടോ?
കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അതെ ചേട്ടാ, തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി തീപ്പെട്ടി. ആരടാ നീ? എവിടുന്ന് വരുന്നു? ഇവിടെ എന്താ കാര്യം? ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാൻ വരില്ല. കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ പെടാതെ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക. ഇത് അപകടം പിടിച്ച കാണാന്നറിയില്ലേ? ചുമ്മാ ഒരു സിഗരറ്റ് വലിച്ചിട്ട് പോകുന്ന കരുതി വന്നതാ. പോട്ടെ ചേട്ടാ. ഒന്ന് ഒഴിക്കടാ വേഗം. നിക്കടാ, സമാധാനപ്പെട്. ഒഴിച്ചോണ്ടിരിക്കല്ലേ? ഒഴിക്കാൻ നോക്കടേ. പെട്ടെന്ന് ഒഴിച്ച് കുടിച്ചിട്ട് നിനക്കെന്താ വല്ല ജോലിക്കും പോകാനുണ്ടോ? ഒഴിക്കാടാ ഒഴിക്കാടാ, ഒന്ന് അടങ്ങ് നീ. ഞാൻ ഒഴിച്ചു തരാം. നല്ല ശുദ്ധമായ സോഡ, വ്യത്യസ്തമായ മനുഷ്യനിർമ്മിതമായത്. എന്താടി കാണിക്കുന്നേ? ഒന്നാമത് ഞങ്ങളുടെ കൈ പൈസ ഇല്ലാതിരിക്കുക. അവിടുന്ന് ഇവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് കുപ്പി വാങ്ങിച്ചപ്പോ നീ നശിപ്പിച്ചു കളയുന്നോ? മര്യാദക്ക് വരെ കുപ്പി വാങ്ങിച്ചെന്നോ? ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ ദേഹത്തൊന്ന് കൈവച്ച് നോക്ക്. സ്കെച്ച് ചെയ്ത് നിന്നെയൊക്കെ പീസ് പീസാക്കി കളയും. ഇവിടെ കിടന്ന് നിലവിളിച്ചാ പോലും ആരും കേൾക്കില്ല അല്ലേ? ജുംബ 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 ചാന്തക ഒട്ടക 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 ചാന്തക ഒട്ടക 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 രണ്ട് ചക മൂന്ന് ചക നാല് ചക 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 രണ്ട് ചക മൂന്ന് ചക നാല് ചക എല്ലാ ചക്കയും കൂടെ ഞാൻ തലയിട്ട് തരുവേ. നീ കൂടുതൽ കളിക്കല്ലേ? ഭ്രാന്താണോ നിനക്ക്? മര്യാദക്ക് ഞങ്ങളുടെ മദ്യം വാങ്ങിച്ചെന്നോ? അല്ലെങ്കിൽ കൂൾ. ആ മദ്യല്ലേ വേണ്ടത്? ഫോളോ മീ, ഞാൻ വാങ്ങിത്തരാം.
കാട്ടിനുള്ളിൽ രണ്ടുപേര് ഭൂലോക മണ്ടന്മാര്. ഒരുത്തന്റെ പേര് വവ്വാല്, മറ്റവന്റെ പേര് മരപ്പട്ടി. ഞങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? നിങ്ങൾക്ക് ഫോറിൻ മദ്യം വേണോ അതോ ലോക്കൽ മദ്യം വേണോ? ഫോറിൻ മദ്യം തന്നെ വേണം. അപ്പോ ഫോളോ. ചക്ക അചക്ക അജമുണ്ടാലേ പോവും, നിങ്ങൾ പിന്നാലെ വരും. ചാം ചക്ക അച്ചക്ക 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 ചാം ചക്ക അച്ചക്ക അച്ചക്ക. രണ്ട് ചക്ക പുറകെ വരുന്നത്, രണ്ട് ചക്ക പുറകെ വരുന്നത്, രണ്ട് ചക്ക പുറകെ വരുന്നത്. ചോദിച്ച കേട്ടില്ലേ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന്? റിലാക്സ്, ഞാൻ വളരെ പ്രാക്ടിക്കലാ. ദാ ഈ പാട്ടൊന്ന് കേക്ക്, മദ്യത്തെക്കാൾ ലഹരി തരും. എടാ നിനക്ക് വട്ടാണോടാ? ഞങ്ങളും കൂടി വട്ടാക്കോ. നീ എവിടാ നീ പറഞ്ഞ മദ്യം? എന്തിന്? നിന്റെ മിനിസ്റ്റർ അല്ലേ നാട് മുഴുവൻ ബാറിന് ടെൻഡർ എടുത്തിരിക്കുന്നേ. നിങ്ങൾ അയാളുടെ വിശ്വസ്തരല്ലേ, അപ്പോ അയാളുടെ ഇത് വാങ്ങിച്ചോ. അയ്യോ, അത് നിങ്ങളായിരുന്നോ? നിനക്ക് മനസ്സിലായല്ലേ? ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ വെറും കൂലിക്കാരാ, വെറും ബഫൂണുകൾ. എന്താ ബഫൂണായിരുന്നു അഭിനയിച്ച് കാണിച്ചേ? വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളത് വെറുതെ വിട്ടാ മതി. എന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. രണ്ടുപേരും വാ. അപ്പൊ നമുക്ക് തുടങ്ങാം. 1 2 3. നന്നായിട്ട് താടങ്ങോട്ട് താടങ്ങോട്ട്. നീ കാരണം ഞാൻ നശിച്ചു, ഞാൻ കാരണം നീ നശിച്ചു എന്ന് പറഞ്ഞ ഞങ്ങൾ നിന്റെ കാല് പിടിക്കാൻ ഞങ്ങളൊന്ന് വെറുതെ വിടാ. വെറുതെ വിടുവോ? വേദനിക്കുന്നുണ്ടല്ലേ? എന്റെ ദിവ്യ എന്തുമാത്രം വേദനിച്ച് കണ്ടോടാ. അവള് ഇതുപോലെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവില്ലേ? കരഞ്ഞില്ലടാ. എന്റെ പൊന്നനിയാ, ഞങ്ങൾക്ക് നന്നാവാൻ ഒരു അവസരം കൂടി തന്നുകൂടെ നിനക്ക്? ഇനി സ്ത്രീകളെ ഞങ്ങള് ദൈവമായിട്ട് കണ്ടോളാവേ. ഞങ്ങള് വെറുതെ വിടണേ. ശരി, എന്റെ ദിവ്യ പോയ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയക്കാം. അവിടെ പോയി മാപ്പ് ചോദിക്കാം. വേദനിക്കുന്നുണ്ടല്ലേ? നിനക്കൊക്കെ വേദനിക്കുന്നുണ്ടല്ലേ?
അയ്യോ വാടാ വാടാ വാ വേണ്ട വേണ്ട അയ്യോ 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 വാ 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 വേദനിക്കുന്നോ വേദനിക്കുന്നോ വേദനയാടാ വിജയത്തിലേക്കുള്ള വഴി കാട്ടി വാ 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 വാടാ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ, വേണ്ട. അയ്യോ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, അയ്യോ എന്നെ വിട്ടേക്ക്, അയ്യോ ഞാൻ പാവോളെ, അയ്യോ അയ്യോ വിട്ടേക്ക്, അയ്യോ അയ്യോ വെറുതെ വിടണേ, അയ്യോ 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 കൊണ്ടുപോവാ, ഞങ്ങളെ കൊല്ലല്ലേ. അയ്യോ അമ്മേ അയ്യോ. അക്രമം ചെയ്യുന്നവരെ കണ്ടാൽ ഭയം തോന്നില്ല മകനെ. നേർക്ക് നിന്ന് പോരാടും മകനെ, അവരെ അടിച്ച് തകർക്കും മകനെ. നശിച്ചു പോകുന്ന ഈ ലോകത്തെ വേരോടെ പിഴുതെറിയൂ. സ്ത്രീകളെ ദ്രോഹിക്കുന്നവന് ഇതാണടാ അവസാനത്തെ ഗതി. ഓം ശാന്തി. വഞ്ചനകൾ ചെയ്യുന്നവനോട് കൂട്ടുകൂടരുത്. എടാ കൂട്ടുകാരാ, മരണമണെ മുഴങ്ങുന്നടാ. നിന്റെ മരണത്തിന്റെ ഗന്ധം എനിക്ക് അടിക്കുന്നടാ. സ്ത്രീ ഹത്യ ചെയ്ത നിനക്ക് ഞാൻ തരുന്ന സമ്മാനാണ് ഇത്. ഓം ശാന്തി ശാന്തി. വിജയ് ഭവ. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എന്താ കാര്യം? ഇവൻ എന്റെ 1 ലക്ഷം രൂപ മോട്ടിച്ചു സാർ. ആണോടാ? സാർ 1 ലക്ഷം എടുത്തിട്ടില്ല സാർ, 10,000 എടുത്തു എന്നുള്ളത് സത്യമാ. ഓ എന്തൊരു തലവേദനയാണോ ഇത്? സാർ ഓ ആരാടോ ഇവരൊക്കെ? അച്ഛനും മോനുമാണ് സാറേ. അച്ഛനും മകനുമാണോ? ഷോ അതെ, നിങ്ങളുടെ മകൻ തന്നെയല്ലേ? വിട്ടുകളാ. നിങ്ങൾ 1 ലക്ഷം എന്ന് പറയുന്നു, അവൻ 10,000 എന്ന് പറയുന്നു. ഇത് ഇതുപോലെ ഉണ്ടെന്നറിയാമോ? മുംബൈയിൽ ഒരു സംഭവം നടന്നു. ഒരു ബാങ്ക് കവർച്ചക്കാര് കൊള്ളയടിക്കാൻ വേണ്ടി തോക്ക് കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ഈ പണം ഗവൺമെന്റിന്റെ സ്വന്തമാണ്, എന്നാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് മാത്രം സ്വന്തവും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ എതിർക്കാൻ നിൽക്കണ്ട. എല്ലാവരും അനങ്ങാതെ താഴെ കിടക്കാൻ പറഞ്ഞ് അവരെ എല്ലാം ഭീഷണിപ്പെടുത്തി അനുസരിപ്പിച്ചു. ഇതാണ് മനസ്സ് മാറ്റുന്ന തന്ത്രം. മനസ്സിലായോ? എന്നാൽ ഒരു ജീവനക്കാരി കൊള്ളക്കാരുടെ ശ്രദ്ധ തിരിക്കാനായി ശരീരപ്രദർശനം നടത്തി. അപ്പോ കൊള്ളക്കാരിൽ ഒരുത്തൻ
ഇവിടെ നടക്കുന്നത് കൊള്ളയാണ്, ബലാത്സംഗം അല്ല എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിരുത്തി. ഇതാണ് ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ? കൊള്ള നടത്തി വീട്ടിൽ ചെന്നയുടൻ കൊള്ളക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, വാടാ പെട്ടെന്ന് തന്നെ പണം എണ്ണി തിട്ടപ്പെടുത്താമെന്ന്. അപ്പൊ മറ്റൊരുത്തൻ പറഞ്ഞു, ഇത്ര ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, ധാരാളം പണമുണ്ട്, എണ്ണി തീർക്കാൻ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് നാളെ ഗവൺമെന്റ് തന്നെ എത്ര പണം കൊള്ളയടിക്കപ്പെട്ടെന്ന് വാർത്തകളിലൂടെ പുറത്തുവിടും, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു. ഇതിനെയാണ് പഠിപ്പിനേക്കാൾ അനുഭവമാണ് പ്രധാനമെന്ന്. മനസ്സിലായോ? ആ പിന്നെ കൊള്ള നടന്നതിന് ശേഷം ബാങ്കിന്റെ മാനേജര് പോലീസിന് മൊഴി കൊടുത്തു. അപ്പോ അയാളുടെ മേലധികാരി അയാളെ തടഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചത് 20 കോടിയാണെന്നും ബാക്കി 30 കോടി നമ്മളെല്ലാവരും കൂടി പങ്കുവെച്ചിട്ട് മൊത്തത്തിൽ 50 കോടി കൊള്ളയടിക്കപ്പെട്ടെന്ന് മൊഴി കൊടുക്കാം. അങ്ങനെ പറഞ്ഞു. ഇതിനെയാണ് കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റൂ എന്ന് പറയുന്നത്. നന്നായി മനസ്സിലായോ? ഇത് കേട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ, വർഷം തോറും ഇങ്ങനെ ഓരോ കൊള്ള നടന്നാൽ എത്ര നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഇതിനെയാണ് സ്വന്തം ലോകം സ്വയം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? പിറ്റേ ദിവസം വാർത്തകളിൽ ബാങ്കിൽ നിന്നും 100 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നു. മന്ത്രിയുടെ ഉത്തരവ് അങ്ങനെയായിരുന്നു. അയാളുടെ പങ്ക് 50 കോടി. കൊള്ളക്കാരന്മാരെല്ലാം ഞെട്ടിപ്പോയി. പണം എത്ര തവണ എണ്ണിയിട്ടും അവരുടെ കയ്യിൽ 20 കോടിക്ക് മുകളിൽ പണമില്ല. എന്താ അച്ഛന്റെയും മകന്റെയും തല ചുറ്റുന്നുണ്ടോ? നിങ്ങൾ പറയുന്നു 1 ലക്ഷം എന്ന്, നിങ്ങളുടെ മകൻ പറയുന്നു 10,000 എന്ന്. ഇതിലേതാണ് സത്യമെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കണം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. ഇനി ഞാൻ പണത്തോട് ആർത്തി കാണിക്കില്ല സാർ. പണം മനുഷ്യനെ എത്രത്തോളം വഴിതെറ്റിക്കുമെന്ന് സാറിന്റെ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. മക്കളോടുള്ള സ്നേഹത്തിന് മുമ്പിൽ പണത്തിന് ഒരു വിലയുമില്ല. 10,000 എടുത്ത് നീ എന്താടാ ചെയ്തത്? സാർ, ഞാനൊരു സിദ്ധമർമ്മ വൈദ്യശാല ആരംഭിച്ചതാണ് സാർ. അതെ, നിങ്ങളുടെ മകൻ തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് പ്രയോജനമുള്ള സിദ്ധ വൈദ്യശാലയാ തുടങ്ങിയിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ മകനോട് ക്ഷമിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശരി സാർ, വളരെ നന്ദിയുണ്ട് സാർ. ഛേ, എന്തൊരു ലോകമാണ് ഇത്. ഗുഡ് മോർണിംഗ് സാർ. പോയൊരു ചൂട് ചായ വാങ്ങിച്ചു. ശരി സാർ. ചെല്ല്. എന്താടാ നോക്കുന്നേ? എന്താ സാർ, എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് നിങ്ങൾ നാടകം കളിക്കാണോ? എനിക്ക് സമയമായി, വിടന്നെ, എനിക്ക് വീട്ടിൽ പോണം. ഇപ്പൊ വിട്ടേക്കാം, ഇരിക്കും. ജയ് മഹാകാളി, നല്ല കാലം വരുന്നു, നല്ല കാലം വരുന്നു. കാളിയമ്മ അരുൾ ചെയ്യുന്നു, ഉടനെ തന്നെ ഈ വീണ്ടും നല്ല കാലം വരുന്നു. ജയ് മഹാകാളി, ജയ് മഹാകാളി. പോ പോ, ഇവിടെ ആരുമില്ല. പോ. ഏയ്, അയാളെ അകത്തേക്ക് വിട്. അമ്മേ, നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു. പദവികൾ നിങ്ങൾ തേടി വരാൻ പോകുന്നു. കാളിയുടെ വാക്കുകൾ ഫലിക്കും അമ്മേ. അടുത്ത മുഖ്യമന്ത്രി നിങ്ങളാണെന്ന് കാളിയമ്മ പറയുന്നു അമ്മേ. നല്ല കാര്യമാണല്ലോ പറയുന്നത്. നാട്ടിൽ പഠിക്കാത്തവരല്ല ഇപ്പൊ മന്ത്രിമാരാ. അപ്പൊ ഇത്രയും പഠിച്ച എനിക്ക് CM ആയിക്കൂടെ? ഒന്ന് വെയിറ്റ് ചെയ്. ആരാ നീ? പുറത്തേക്ക് പോയേ. കൈനോട്ടക്കാരനെന്ന് വിചാരിച്ചോ? നിന്റെ കാലനാണ് ഞാൻ. നിന്നെ പോലെയുള്ള വഞ്ചകികൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആപത്താണ്. ഞാൻ ദിവ്യയുടെ ലവറാണ്. ഓരോ സ്റ്റുഡന്റിനെയും സ്വന്തം മക്കളെ പോലെ കരുതണം. നീയൊക്കെ ദുഷ്ടജന്മങ്ങളാണ്. നിരപരാധികളായ എത്ര പെൺകുട്ടികളെയാണ് നീ കൊലയ്ക്ക് കൊടുത്തത്. നിന്നെ പോലുള്ള വിഷജന്തുക്കളെ ജീവിക്കാൻ പാടില്ല.
എന്നെ ഒന്നും ചെയ്യല്ലേ. നീയൊക്കെ പെൺവർഗത്തിന് തന്നെ ശാപമാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ. എന്താ മൃഗ പ്രശ്നം? മിനിസ്റ്ററുടെ പെർമിഷൻ ലെറ്റർ ഉണ്ടോ? ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ലോക പ്രശസ്തനായ സ്വാമിയാണ്. കരുണാകരൻ സ്വാമിയുടെ പ്രശസ്തിയെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? പെർമിഷൻ അല്ലേ? ഞാൻ മിനിസ്റ്ററോട് സംസാരിക്കാം. ഹലോ സാറേ, കരുണാകര സ്വാമിയാണ് സംസാരിക്കുന്നത്. പോലീസ് പെർമിഷൻ വേണമെന്ന് പറയുന്നു. ഞാൻ പോലീസിന് കൊടുക്കാം. സാർ അവരോടൊന്ന് സംസാരിക്കുക. എന്നാ സാറേ മിനിസ്റ്ററോട് സംസാരിക്കുക. ഹലോ സർ. ശരി സർ. ഓക്കെ സർ. ഒന്ന് തന്നെ, ഇവരൊക്കെ ആരാ? സ്വാമിയുടെ സ്ത്രീ ഭക്തരാണ്. ഓഹോ, സ്ത്രീകൾക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. മിനിസ്റ്റർ പറയട്ടെ. ആ ശരി, പൊക്കോളൂ. ആയിക്കോട്ടെ സാറേ. എന്നാ വരൂ, പോകാം പോകാം. വിജയിക്കട്ടെ, 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 വിജയിക്കട്ടെ. വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ഭാവി മുഖ്യമന്ത്രി വിജയിക്കട്ടെ. ഭാവി മുഖ്യമന്ത്രി വിജയിക്കട്ടെ. ഭാവി മുഖ്യമന്ത്രി വിജയിക്കട്ടെ. ഡോ എന്താടോ താൻ എന്താ കാണിക്കുന്നത്? ഭാവി മുഖ്യമന്ത്രി നിറഞ്ഞിട്ടും എന്റെ ദേഹത്ത് കൊടുത്തോ നീ? മിനിസ്റ്റർക്ക് വധഭീഷണിയുണ്ട്. നിങ്ങളുടെ പെർമിഷൻ ലെറ്റർ ഉണ്ടോ? എങ്കിലേ അകത്തേക്ക് വിടും. ഞാൻ ആരാണെന്ന് അറിയാമോ? ഒരു പാർട്ടിയുടെ നേതാവാ. 2 കോടി അനുയായികളുണ്ട് എനിക്ക്. എന്നെ ഇവിടെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് നാണം കടത്തില്ല നീ. ഞാൻ മുഖ്യമന്ത്രി ആയാൽ ആദ്യം ചെയ്യുന്നത് നിന്റെ ജോലി തെറിപ്പിക്കലായിരിക്കും. ഇയാളെ ജോലി തെറിപ്പിക്കണം. ആ, ഉറപ്പായും. അത് ശരി. അപ്പൊ നിങ്ങൾ കടലാസ് പാർട്ടിയാണല്ലേ? അപ്പോഴേ നിങ്ങളുടെ പാർട്ടിയിലെ എത്ര MLA-മാരുണ്ട്, എത്ര MP-മാരുണ്ട് ഒന്ന് പറഞ്ഞേ. ഡോ, നമ്മൾ കടലാസ് പാർട്ടി ഒന്നുമല്ല. നമ്മുടെ പിന്നിലെ MP, MLA, മന്ത്രിയെ കൊണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവർ പുറത്തു നിൽക്കുക. തനിക്കറിയോ? അവരെല്ലാവരും അകത്തു വരാൻ പറയട്ടെ. എങ്ങോട്ട് നോക്കി. എന്താടോ പോലീസുകാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാണല്ലോ. 2ന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് ചവിട്ടിക്കൂട്ടി അകത്തിരുന്ന കണ്ടോടാ. ഇദ്ദേഹത്തോട് ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. അവർക്ക് ഇത്ര അഹങ്കാരോ? പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസിനെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസിനെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. ഇവർ രണ്ടുപേരും അകത്തേക്ക് വിട്ടേക്ക്. സർ. സാറേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുക. എടോ, ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 2നും കാണിച്ചു തരാം. 2ഉം ചെവി കൊള്ളിക്കോ. അത്രയ്ക്കായോ? പിന്നെ കണ്ടോളാം. സാർ, ഇതൊക്കെ എന്തോന്ന്? ഇവന്മാരുടെ കാര്യം, ഇവൻ പോകുമ്പോ അവൻ വരും, അവൻ പോകുമ്പോ ഇവൻ വരും. ഇവന്മാർക്ക് കാവല് നിന്ന് നിന്ന് നമ്മുടെ കാലം കഴിയത്തേ ഉള്ളൂ അല്ലേ സാറേ? അതെ അതെ. ഹലോ, 3010 ഹിയർ. ഹലോ ഹലോ, നിങ്ങളാരാ? പ്രസ് റിപ്പോർട്ടർ. ID കാണിച്ചേ. ഏത് പ്രസ്? ഫ്രണ്ട് ഗേറ്റിലൂടെ പോകാതെ നിങ്ങൾ എന്തിനാ പുറകിൽ വന്നത്? എനിക്കറിയില്ലായിരുന്നു. ഇത് മിനിസ്റ്ററുടെ പാർട്ടി തന്നെയല്ലേ? അതെ. ഇപ്പൊ ഞാൻ അകത്തേക്ക് പോണോ അതോ തിരിച്ചു പോണോ? ആ ശരി, പോകോ. താങ്ക്സ്. ഹായ്. ഹായ്. കറക്റ്റ് ആയിട്ട് വന്നല്ലോ. ഈ ഡ്രസ് നിനക്ക് ചേരുന്നുണ്ട്. താങ്ക് യു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണല്ലോ. വെൽക്കം നിന്നെ വെൽക്കം. വിശ്വസിച്ചാ വന്നത്, എന്നെ പറ്റിക്കരുത്. ഛേ, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ? അറിയാം. നീ വലിയ വീട്ടിലെ പയ്യനല്ലേ, ഞങ്ങള് പാവങ്ങളാ. എന്നെ നിന്റെ വീട്ടുകാർ സ്വീകരിക്കോ? ഞാൻ സ്വീകരിച്ചാ പോരെ? ടെൻഷൻ അടിക്കാതെ നീ പോയി ബിരിയാണി കഴിച്ച് മുകളിൽ വെയിറ്റ് ചെയ്യേ. ശരി. ഞാൻ ഉടനെ എത്താം. ഓക്കെ. പേടിക്കാതെ പോ, ഞാൻ ഇല്ലേ കൂടെ. വേഗം വരണേ. ഓക്കെ, ബൈ ബൈ. ബൈ. അയ്യോ, ഒരു രക്ഷയില്ലല്ലോ.
ബ്രോ തീപ്പെട്ടി ഉണ്ടോ? ഇല്ല സാർ, ലൈറ്ററേ ഉള്ളൂ. ഏതാ കുട്ടി? വെരി ഇന്നസെന്റ്. അത് ബ്രോ ഫേസ്ബുക്കിൽ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് വന്ന് വീണതാ. കല്യാണം കഴിക്കാനാണോ? അയ്യേ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒറ്റ തവണത്തേക്കാ. നിനക്ക് ഒരു തവണ ഉപയോഗിക്കാൻ വേണ്ടിയാണോ ആ കുട്ടിയുടെ പാരൻസ് 20 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയത്? അതെ, രാഷ്ട്രീയക്കാരനെ മകനായിട്ട് ജനിച്ചതിൽ വല്ല പ്രയോജനം വേണ്ടേ? അതുപോട്ടെ, ബാത്റൂം എവിടെയാ? വാ ബ്രോ, ഞാനും അങ്ങോട്ടാ. മിനിസ്റ്റർ നീയായിട്ട് എന്താ ബന്ധം? മിനിസ്റ്ററും എന്റെ അച്ഛനും വളരെ ക്ലോസാ. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ നീ ഉപയോഗിച്ചാണല്ലോ. പിന്നല്ലാതെ, MLA-യുടെ മകനായിട്ട് ജനിച്ചിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നിന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് പാവപ്പെട്ട പെൺകുട്ടികൾ ഇരയാവണല്ലേ? അതിനൊക്കെയാണല്ലോ ഞങ്ങൾ ജനിച്ചത്. ചാവടാ ദ്രോഹി! ചൂടണു മേളങ്ങൾ
4141 സ്പീക്കിംഗ്. ഹോം മിനിസ്റ്റർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓവർ. അഗെയിൻ. പാർട്ടിക്ക് വന്ന MLA-യുടെ മകനും കൊല്ലപ്പെട്ടു. ഓവർ. സാർ കൊലയാളി ഇവിടെ ഉണ്ട്. വാടാ നീ, എന്റെ അടുത്ത് നിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ വാടാ വാടാ. എന്നിട്ട് പേടിച്ചു പോയോ? എന്നെ കണ്ടാ നീ പേടിക്കണം. ഞാൻ കരോട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആടാ. കൊലയാളി പുറകിലത്തെ ഗേറ്റ് വഴി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് സർ. ഓവർ. ഗുഡ് മോർണിംഗ് സർ. കേസിന്റെ ബ്രീഫ് നോട്ടാണ് സർ. ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ കൊലയാളി നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് സാർ. അയാൾ ഇത്രയും വലിയൊരു കൊലപാതകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഞാനൊരു പാവമാണ് സാർ. ഇതാണ് സാർ നടന്നത്. അവന് വെറുതെ വിടരുത് സാർ. ഇതാ സാർ. എന്താ ഇത്? അവൻ ഇട്ടിരുന്ന ഷർട്ടാണ് സാർ. ഞാൻ നിരപരാധിയാണ് സാർ. ഇതിലൊരു ഒപ്പിട്.
എനിക്ക് എഴുതാൻ അറിയില്ല സർ. ആ വിരലടയാളം മതി. ഇവിടെ ഇവിടെ കൊടൈക്കനാലിൽ നടന്ന കൊലപാതകങ്ങൾ, മന്ത്രിയുടെ ബംഗ്ലാവിൽ നടന്ന കൊലപാതകങ്ങൾ, ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ വരണ്ട, ഇങ്ങോട്ട് മാറി. സർ, ഇവർ രണ്ടുപേരും ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ കിടന്ന് കറങ്ങായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ ഇവന്മാരെ എന്നെ നിയമം പഠിപ്പിക്കാൻ വരിക. എടോ, സ്റ്റുഡൻസ് ഒക്കെ റൂൾസ് സംസാരിക്കുക തന്നെ ചെയ്യും. എന്താടോ 144 പ്രഖ്യാപിച്ചിരിക്കല്ലേ? രണ്ടുപേരും മാസ്ക് വയ്ക്കാതെ കറങ്ങി നടക്കണോ? ഇല്ല. ഇത് നോക്ക്, നിങ്ങൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടേക്കാം. സാർ ഇനി അങ്ങനെ ചെയ്യില്ല. ശരി, എന്തിനാ പഠിക്കുന്നത്? പ്ലസ് ടു. ഞാനൊരു ചോദ്യം ചോദിക്കും, ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വിട്ടേക്കാം. ശരി ശരി സാർ. മനസ്സിലായോ? മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എത്രയുണ്ട്? നീ പറയൂ. സാറേ, പഴയ ലിപിയില് 43 അല്ലേ സാറേ? ഇപ്പൊ എത്രയാന്ന് അറിയില്ല സാർ. പഴയ ലിപിയോ? എത്ര? സാറേ 43 അല്ല, 48 അല്ലേ സാറേ? അയ്യോ, സാറിന് അറിഞ്ഞൂടെ? വെരി ബ്രില്യന്റ്. കോൺസ്റ്റബിൾ, ഇത്രയും അറിവുള്ള പിള്ളേരാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? പ്ലസ് ടു സാർ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. കോൺസ്റ്റബിൾ, ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാടോ? അറിയില്ല സാറേ. ഇങ്ങനൊന്നും ചോദിച്ചാ ശരിയാവില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. അയ്യോ സാർ, സാർ വേണ്ട സാർ. സാർ ഏത്തോടെ രണ്ടുപേരും നിന്റെയൊക്കെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് നിന്നെയൊക്കെ പഠിക്കാൻ വിടുന്നു. നീയൊക്കെ അഹങ്കാരം കാണിച്ച് കറങ്ങി നടക്കുന്നു. എങ്ങനെയാ നീയൊക്കെ പ്ലസ് ടു വരെ എത്തിയത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ സ്കൂളിൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല സാറേ. സാർ പഠിച്ചെല്ലാം മറന്നുപോയി സാർ. അങ്ങനെയാണോ? മറന്നുപോയോ? അതെ സാറേ. എടോ കോൺസ്റ്റബിൾ, സ്റ്റുഡൻസ് കാര്യമാ പറയുന്നത്. അതെ സാർ. സാരമില്ല, പറഞ്ഞു വിട്ടേക്ക്. ശരി സാർ. സോറി സാർ, ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നന്നായിട്ട് ജീവിച്ചോളാം സാറേ. ഞങ്ങൾ ക്ഷമിക്കും സാർ. സോറി സാർ. ഇനി മുതൽ മര്യാദയ്ക്ക് നടക്കാം സാർ. സാർ സോറി, ഇനി ആവർത്തിക്കില്ല. ഇത് നോക്ക്, നിങ്ങളുടെ അച്ഛനമ്മമാരും ഈ ഗവൺമെന്റും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രമായിരിക്കും ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി നല്ലതുപോലെ പഠിച്ച് നന്നായി ജീവിക്കാൻ നോക്ക്. ശരി സാർ. പോയിക്കോ, പറഞ്ഞു വിടോ. വരടാ. താങ്ക് യു സാർ. സ്വാമി, എനിക്ക് സാറിനെ കാണണം. സാർ നമസ്കാരം. നമസ്കാരം. എന്ത് വേണ്ടോ? എനിക്കൊരു പരാതി പറയാനുണ്ട്. എന്താ? ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഒരു ക്വാർട്ടറിന് 10 രൂപ അധികം വാങ്ങിക്കുന്നു. ചോദിച്ചപ്പോ ക്വാർട്ടറിന് തന്നില്ല, ആളെ വെച്ച് അടിക്കുകയും ചെയ്തു. കോൺസ്റ്റബിളെ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ആകെ ഭ്രാന്തെടുത്തിരിക്കുക. മര്യാദയ്ക്ക് ഇവനോട് പോകാൻ പറ, അല്ലെങ്കിൽ എന്റെ ദേഷ്യം ഞാൻ തന്നോട് തീർക്കും. മിണ്ടാതെ പോടാ. സാറ് ഭയങ്കര ദേഷ്യത്തിലാ. എടാ, നിനക്ക് വീട് കുടുംബമൊക്കെ വീട്ടിൽ പോടാ. നീ ഒരു കുടുംബനാഥനല്ലേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയനെ കൊണ്ടുവന്ന് സമരം ചെയ്യും. സമരം ചെയ്യുന്നു? ആ, ഈ ലോകത്തിലെ നല്ല നാട് ഏത് നാട്? അറിയത്തില്ലടാ. ഞാൻ പറയട്ടോ, ഈ ലോകത്തിലെ നല്ല നാട് മലയാള നാട്. ശരിടാ. ഇവിടല്ലേ ബാറ് കൂടുതലുള്ളത്. നീ ഭയങ്കര ബുദ്ധിമാൻ തന്നെ, സമ്മതിച്ച്. ഒന്ന് പോയി തരാവോ? ഒന്ന് വന്ന് കണ്ടോ? കേട്ടാ, മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് വന്നോളും. സാർ, ഇത് അക്യൂസ്ഡ് ഉപയോഗിച്ചിരുന്ന ബൈക്കിന്റെ ഡീറ്റെയിൽസും അവൻ എവിടെയൊക്കെ പോയി എന്നുള്ള CCTV ദൃശ്യങ്ങളുടെ വിവരങ്ങളുമാണ് ഈ ഫയലുള്ളത്.
ഡാ, ഇനിയെങ്കിലും നിനക്ക് സത്യം പറഞ്ഞൂടെ? എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പറയുന്നെല്ലാം കള്ളാണ് സാർ. ഞാൻ നിരപരാധിയാണ്. എന്നെ വിട് സാർ. മര്യാദയ്ക്കാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ സത്യം പറയില്ലല്ലേ? ഇപ്പോ നീ സത്യം പറയും, നോക്കിക്കോ. ജടാദവി ഗല ജലെ പ്രവാഹ ഭാവിതസ്ഥലേ. എസ്ഐ സാറേ, അന്യായവും അധർമ്മവും എതിർക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ഇവിടെ അത് തുടരാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ തടുക്കാൻ ഒരു തമ്പുരാനും കഴിയില്ല. ഇതെന്താ അമ്പലമാണോ കൈ കൂപ്പിക്കാൻ? കുറ്റവാളികളെ സംരക്ഷിക്കാൻ നോക്കുന്നോ? വാ വാ വാടാ വരാൻ വാ. വേദനയുണ്ടോ? വേദനയുണ്ടോ? വേദനയുണ്ടല്ലേ? വാ. വാടാ വാ. എന്റെ ദേഹത്ത് കൈവയ്ക്കാറാടാ. ശിവനാടാ, നശിപ്പിക്കാൻ കഴിയില്ല. നശിപ്പിക്കൂടാ. വീണ്ടും വരുവടാ ഞാൻ. എടോ കോൺസ്റ്റബിളെ, കയറെടുത്തോളൂ. ദിവ്യ, ഞാനും വരുന്നു.
അവനെ കെട്ടിത്തൂക്കടോ. ശരി സാർ. തൂക്ക. ഈ ദ്രോഹികൾ നമ്മളെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ. ഇറങ്ങി വാ മഹാദേവാ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ ഓം നമഃ ശിവായ.
വണ്ടുവരും പൂവില് കൗമാര വയസ്സില് കണ്ണടിച്ച് ചിരിക്കുമെൻ കൺമണിയേ മനം നോവുന്നു ദേഹം മാറി വന്നതടി മിടുക്കി തേനരുവി പാടുന്നു നിൻ ചിരിയിൽ നിൻ മുത്തമൊന്നു മതിയൻ പിത്തം മാറിപ്പോകുമടി കറുമ്പി കാട്ടഴക് കുറുമ്പി ഏ പെണ്ണ് ഏ പെണ്ണ് വരാതെ നീ ഒന്നും തരാതെ നീ വരുന്നടിക്കിരുക്ക് എനിക്കടിക്കിരുക്ക് മൊത്തത്തില് ഉണ്ടടി നീ ഒരു ചരക്ക് ഏ പെണ്ണ് വരാതെ നീ ഒന്നും തരാതെ നീ തരുമോ പെരുക്കുന്ന മീശയിൽ മുത്തം തരുമോ മുന്നിൽ നിന്ന് ചിണുങ്ങാൻ നേരം തരുമോ എനിക്ക് വേണമട മുറുക്ക് എനിക്കിന്ന് വേണമട കടിക്കാൻ ഞാൻ മോശമായി മിണ്ടിയില്ല മുന്തിരി നീ തൊട്ടെടുത്തു വാടാ വന്നില്ലെങ്കിൽ പോടാ ഹേ ഏ മാമ അയ്യോ മാമ വരുന്നടിക്കിരുക്ക് മൊത്തത്തില് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ വന്നല്ലോ വിൽക്കാനായി വന്നല്ലോ